ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം ഈ മാസം 17-ാം തീയതി സമാപിക്കും. ഇന്ന് ഉച്ചവരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാൻ കഴിയുക. 25 ലക്ഷം തീർത്ഥാടകരാണ് കൊട്ടിയൂരിൽ ഇതുവരെ ദർശനം നടത്തിയത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തന്മാർ ഒഴുകിയെത്തിയ കൊട്ടിയൂരിലെ തീർത്ഥാടന കാലത്തിന് സമാപനമാകുന്നു. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ ദിവസവും കൊട്ടിയൂരിലെത്തിയത്. 25 ലക്ഷം തീർത്ഥാടകർ ഇതുവരെ കൊട്ടിയൂരിലെത്തിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്. മുൻ വർഷങ്ങളെക്കാൾ അഭൂതപൂർവമായ ഭക്തജന സഞ്ചയമാണ് ഈ വർഷം കൊട്ടിയൂർ ദേവസന്നിധിയിലേക്ക് എത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇന്നലെ കൊട്ടിയൂരിലെത്തി ക്ഷേത്ര ദർശനം നടത്തി. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്കുള്ള സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കലശപൂജയ്ക്കുള്ള കലങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചാൽ പിന്നെ സ്ത്രീകൾ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാൻ പാടില്ലെന്നാണ് വിശ്വാസം. ജൂൺ 16-ന് വാളാശാന്മാരുടെ നേതൃത്വത്തിൽ തിരുവഞ്ചിറയിൽ വെച്ച് വാളാട്ടം കൂടി നടക്കുന്നതോടെ ക്ഷേത്രപൂജകൾ നിഗൂഢതയിലേക്ക് മാറും. ഗൂഢപൂജകളും പ്രകൃതിയുടെ നിഗൂഢതകളും സംയോജിക്കുന്ന 28 ദിവസത്തെ തീർത്ഥാടന കാലം തൃക്കലശാട്ടത്തോടെയാണ് അവസാനിക്കുക. ജൂൺ 17-നാണ് തൃക്കലശാട്ടം. പിന്നീട് വിശ്വാസത്തിന്റെ ദൈവസങ്കല്പം പ്രകൃതിയോട് ചേരും. അടുത്ത വൈശാഖ മഹോത്സവം നടക്കുന്നതുവരെ അക്കരെ കൊട്ടിയൂരിലേക്ക് ഭക്തർക്ക് പ്രവേശനമില്ല. റിപ്പോർട്ടർ, കണ്ണൂർ.